കണ്ണൂരിലെ മുൻ ഡിവൈഎഫ്ഐ നേതാവ് മനു തോമസ് സിപിഎം സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയ പരാതി പുറത്ത്. യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജറിന്റെ പേരെടുത്ത് പറഞ്ഞാണ് മനു തോമസിന്റെ പരാതി. സ്വർണ്ണക്കടത്ത് സംഘവുമായി ചേർന്ന് ഷാജർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയതായി കത്തിൽ പറയുന്നു. വിവരങ്ങളുമായി അർജുൻ PS ചേരുകയാണ്. അർജുൻ, സിപിഎമ്മിനെ വീണ്ടും പ്രതിരോധത്തിലാക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. കണ്ണൂരിലെ മുൻ ഡിവൈഎഫ്ഐ നേതാവ് കൂടിയായിരുന്ന മനു തോമസ് ആണ് ഇത്തരത്തിലൊരു കത്ത് പാർട്ടി സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്നത്. ഈ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അതായത് മനു തോമസ് ഈ പാർട്ടിയിൽ നിന്നും പുറത്തായത് മുതൽ വലിയ രീതിയിലുള്ള ഒരു ചർച്ച നടന്നിരുന്നു. അതായത് തങ്ങൾ പുറത്താക്കിയതല്ല, മനു തോമസ് സ്വയം പുറത്തു പോയതാണെന്നാണ് MV ജയരാജൻ കഴിഞ്ഞ ദിവസം നമ്മളോട് പറഞ്ഞത്. അതായത് CPIMന്റെ ആ സെക്രട്ടറി നമ്മളോട് പറഞ്ഞത് അത്തരത്തിലാണ്. തങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയില്ല. മനു തോമസ് കുറച്ചു കാലമായി, ഒരു വർഷത്തോളമായി പാർട്ടിയിൽ നിന്നും അകന്നു നിൽക്കുകയാണ്. പാർട്ടിയുടെ അംഗത്വം അടക്കം എടുത്തിരുന്നില്ല, അതായത് മെമ്പർഷിപ്പ് അടക്കം പുതുക്കിയിരുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പുറത്തു പോകേണ്ടി വന്നത് എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. എന്നാൽ മനു തോമസ് എന്തുകൊണ്ടാണ് പാർട്ടിയിൽ നിന്നും പുറത്തു പോകുവാൻ തയ്യാറായത് എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. അത്തരത്തിൽ MV ജയരാജന് ചോദിച്ചപ്പോൾ, അതായത് നേരത്തെ തന്നെ ഇത്തരത്തിൽ ഷാജിറിനെതിരെ അടക്കം ഒരു കത്ത് ഇത് നൽകുകയുണ്ടായി, മനു തോമസ് നൽകുകയുണ്ടായിരുന്നു. എന്നാൽ ആ കത്തിനെ പറ്റി കഴിഞ്ഞ ദിവസം MV ജയരാജനോട് ചോദിച്ചപ്പോൾ അത്തരത്തിലൊരു കത്ത് തനിക്ക് ലഭിച്ചിട്ടുണ്ട്, തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, പക്ഷെ അതിൽ യാതൊരു പേരും, ആരുടെയും പേരും വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളോ യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളോ അത്തരത്തിൽ കത്തിൽ പറയുന്നില്ല എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം MV ജയരാജൻ പറഞ്ഞത്. എന്നാൽ ഇന്നാണ് ഇത്തരത്തിലൊരു കത്ത് പുറത്തു വന്നത്. അതായത് CPM സംസ്ഥാന സെക്രട്ടറിക്ക് തന്നെ അയച്ചിട്ടുള്ള ഒരു കത്താണ് പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഷാജിറും അതുപോലെ തന്നെ ആകാശ് ചെല്ലങ്കേരി അടക്കമുള്ള സ്വർണ്ണക്കടത്ത് കള്ളക്കടത്തുകാർ അടക്കം ഈ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്, തനിക്കെതിരെ വലിയ രീതിയിലുള്ള ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇന്ന് വ്യക്തമായിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു കത്താണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്. റൈറ്റ്. കണ്ണൂരിൽ നിന്ന് അർജുൻ PS വിവരങ്ങൾ പങ്കുവച്ചു.